എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 50 ശ്ലോകം 26, 27, 28, 29, 30, 31 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ജരാസന്ധനും ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും കൂടിയിട്ടുള്ള യുദ്ധത്തിനെ വർണ്ണിക്കണം. ബലരാമസ്വാമി ആ സൈന്യത്തെ, വമ്പിച്ച സൈന്യത്തെ, അക്ഷൗഹിണി നിഷ്പ്രയാസം എല്ലാവരെയും വധിക്കണു. ഇതൊക്കെയാണ് ഭീകരമായിട്ടുള്ള വർണ്ണനയാണ് യുദ്ധത്തിന്റെ ഈ 3 ശ്ലോകങ്ങളില്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26, 27, 28 3 ശ്ലോകങ്ങളുടെയും അർത്ഥം ഒന്നിച്ചാണ് പറയണത്. സംഛിദ്യമാനദ്വിപദേ ഭവാജിനാം അംഗപ്രസൂതാശതശോസൃഗാപഗാഃ കുജാഹയ പൂരുഷശീർഷഗച്ഛവാ ഹതദ്വിപദ്ദീപഹയഗ്രഹാകുലാ കരോരുമീനാ നരകേശശൈവലാ ധനുസ്തരംഗായുധഗുൽമസങ്കുലാഃ ആച്ഛൂരികാവർത്തഭയാനകാ മഹാമണിപ്രവേഗാഭരണാശ്മശർക്കരാഃ പ്രവർത്തിതാഭീരുഭയാവഹാമൃതേ മനസ്വിനാം ഹർഷകരേ പരസ്പരം വിനിഘ്നതാരിൻ മുസലേന ദുർമദാൻ സംഘർഷണേന അപരിമേയ തേജസ. ശ്രീകൃഷ്ണനെ പോലെ തന്നെ അതിപരാക്രമശാലിയാണ് ഭഗവാനും ബലരാമസ്വാമി. അങ്ങനെ തന്റെ ആയുധമായ ഉലയ്ക്ക കൊണ്ട് ദുരഹങ്കാരികളായ ശത്രുക്കളെ മുഴുവൻ ഇങ്ങനെ അടിച്ചു കൊല്ലാൻ തുടങ്ങി. ആ ശത്രു സൈന്യത്തിലുള്ള ആന, കുതിര, കാലാള്, മുതല ഇവരെയൊക്കെ ഇങ്ങനെ തന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചു വീഴ്ത്തി പോർക്കളങ്ങട് നിറച്ചു. യുദ്ധക്കള മുഴുവനും ഇങ്ങനെ അവയവങ്ങളെ കിടക്കുക. ചത്തും മുറിവേറ്റും കൈയറ്റും കാലറ്റും കഴുത്തറ്റും കിടക്കണ ആളുകള്, ആനകള്, കുതിരകള് എന്നീ ജീവികളുടെ ഓരോ അവയവങ്ങളിൽ നിന്നൊഴുകുന്ന ആ രക്തധാരകള് അത് ചേർന്ന് എല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു പുഴകള്, അനേകം പുഴകളായിട്ട് അങ്ങോട്ട് ഒഴുകി തുടങ്ങി. ഈ രക്തവും മാംസവും ഇതൊക്കെ കൂടിയിട്ട് അതിങ്ങനെ കാണുമ്പോ ഭീരുക്കൾക്ക് അതിഭീകരമായിട്ടുള്ള ഭയം, ധീരന്മാർക്കോ സന്തോഷം ഉണ്ടാവുന്നു. സാധാരണ നദികളിലുള്ള എല്ലാ എണ്ണങ്ങളും ഈ ചോരപ്പുഴകളിലുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ മുറിഞ്ഞുപോയ കൈകളാകുന്ന സർപ്പങ്ങള്, തലയോടുകളാകുന്ന ആമകള്, ആനകളാകുന്ന ദ്വീപുകള്, കുതിരകളാകുന്ന മുതലകള്, കൈകളും തുടകളുമാകുന്ന മത്സ്യങ്ങള്, തലമുടികളാകുന്ന ചണ്ടികള്, വില്ലുകളാകുന്ന തിരമാലകള്, ആയുധങ്ങളാകുന്ന ചെറുചെടികള്, പരിചകളും ചക്രങ്ങളുമാകുന്ന ഭയങ്കര ചുഴികള്, ഉത്തമ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളിലുള്ള രത്നങ്ങളാകുന്ന കല്ലുകള്, ഇതെല്ലാം ഈ ചോരപ്പുഴകളിലുള്ളത് കൊണ്ട് സാധാരണ ജലം നിറഞ്ഞൊഴുകുന്ന നദികൾക്കും ഈ നദികൾക്കും തമ്മിൽ അന്യോന്യം സാദൃശ്യം ഉണ്ടെന്ന് അതാ പറഞ്ഞു വരണത്. ഈ നദികളിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ മനുഷ്യരുടെ അവയവങ്ങളായിട്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇതില്. അങ്ങനെ ഇത്രയും രക്തമൊഴുക്കാൻ മാത്രമുള്ള ജീവജന്തുക്കളെ, അത്രയും രക്തപ്പുഴ ഇങ്ങനെ ഒഴുകണല്ലോ, അപ്പൊ എത്ര ജീവജന്തുക്കളെ കൊന്നിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി യുദ്ധക്കളത്തിലെ ഇവരെ അനേകം മനുഷ്യര്, ജീവന്മാരെ കൊന്നു വീഴ്ത്തി. ബലം തദംഗാർണവ ദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോർവിക്രീഡിതം തജ്ജഗദീശയോ പരം. ഹേ രാജാവേ, സമുദ്രം എന്ന പോലെ അറ്റവും അളവുമില്ലാത്തതും ഭയങ്കരവുമായ ജരാസന്ധ സൈന്യത്തെ മുഴുവനും ഈ വിധം നശിപ്പിച്ചു. ഇത് ലോകനാഥന്മാരായ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ പരാക്രമ പ്രകടനാണെന്നൊന്നും വിചാരിക്കണ്ട രാജാവേ. അവർക്ക് കേവലം ഇതൊരു വിനോദം മാത്രം നമ്മൾ ധരിച്ചോളൂ എന്ന് പറയണു ശ്രീ സുഖബ്രഹ്മർഷി. സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ സമീഹതേ അനന്തഗുണസ്മലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹസ്തഥാ വിമർത്യാനുവിധസ്യ
വർണ്ണ്യതേ. പിന്നെ പറയണു, ഹേ രാജാവേ, പരിച്ഛേദിക്കാൻ കഴിയാത്ത ഗുണങ്ങളോടുകൂടിയ ഏതൊരുവൻ 3 ലോകത്തെ കളിയായിട്ട് തീർത്ത് കാത്തഴിക്കുന്നുവോ മഹാപ്രഭുവായ ആ ഭഗവാൻ ശത്രു സൈന്യങ്ങളെ സംഹരിച്ചില്ല. എന്താ ഇത്ര ആശ്ചര്യം! ഇത്രയും ഗുണങ്ങളും മഹാത്മ്യമുള്ള ഭഗവാൻ 3 ലോകത്തെ ഒരു വിനോദം, അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ലീലയാടിക്കൊണ്ട് 3 ലോകത്തെ കുട്ടികൾ കളിക്കണ മാതിരിയാന്ന് പറഞ്ഞില്ലേ സൃഷ്ടി, ഇതൊക്കെ അതുപോലെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഇത്രയും ശത്രു സൈന്യങ്ങളെ സംഹരിച്ചു എന്നൊക്കെ പറയണം. അതിലെന്തിലും ആശ്ചര്യപ്പെടാനൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. എങ്കിലും മനുഷ്യ ശരീരത്തെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് മനുഷ്യബുദ്ധിക്ക് ആശ്ചര്യം തോന്നണു. ശ്യോ എന്നാ തോന്നണത്, ഭഗവാനാണെന്നുള്ളത് അങ്ങോട്ട് മറന്നു പോയത്. മനുഷ്യ ശരീരം എടുത്ത് വന്ന ഇപ്പൊ മനുഷ്യനായിട്ടാണ് തോന്നണത്. അതുകൊണ്ട് കവികള് ഭഗവാന്റെ ആ വക ലീലകൾ ഇങ്ങനെ വർണ്ണിക്കണം. ജഗ്രാഹവിരഥം രാമോ ജരാസന്ധം മഹാബലം ഹതാനീഹാവശിഷ്ടാസും സിംഹമിവൗജസ. ജരാസന്ധൻ സ്വതേ മഹാബലം ഉള്ളവനാ, അതിശക്തിമാനാണ്. പക്ഷെ ഇപ്പതാ യുദ്ധത്തില് ജരാസന്ധന്റെ തേര് നശിച്ചു, സൈന്യങ്ങളെ മുഴുവനും കൊന്നൊടുക്കി. 2 പേരും ഭഗവാന്മാരും. ജരാസന്ധന്റെ പ്രാണൻ മാത്രം ശേഷിച്ച് അവശനായിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് ബലരാമനിങ്ങനെ ദേഷ്യം വന്നിട്ട് തന്റെ ശക്തി മുഴുവൻ അങ്ങോട്ട് പ്രയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവന്റെ കാര്യം ഈ ജരാസന്ധനെ നശിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയില് മഹാശക്തിമാനായിട്ടുള്ള ഒരു സിംഹം അതുപോലെ ശക്തിയുള്ള വേറൊരു സിംഹത്തെ എങ്ങനെയാ പിടിക്കണം, അതുപോലെ അങ്ങോട്ട് പിടിച്ചു കൊല്ലും എന്നുള്ള മട്ടില് അതാ ഭഗവാൻ തടുക്കണു. അതാണ് ശ്ലോകത്തിൽ പറയണത്. ഇപ്പൊ ജരാസന്ധനെ കൊല്ലേണ്ടത് ശരിക്കും ഭീമസേനാണ്. അതൊക്കെ ഇതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ടല്ലോ, ബലരാമനല്ല. അപ്പൊ ഭഗവാൻ അത് കൊല്ലണ്ട എന്നതാ പറഞ്ഞ് കൊല്ലാൻ സമ്മതിക്കണില്ല ഭഗവാൻ. അത് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു. അത് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ